സാധാരണ ഒരാൾ കുറ്റം ചെയ്യുന്ന പോലെ എല്ലാവരും ക്ഷേത്രത്തിലെ തന്ത്രി തന്നെ ആ കുറ്റത്തിൽ പങ്കാളിയാവുന്നത്. കാവൽക്കാരൻ കക്കുന്നത് സാധാരണ ആൾ കക്കുന്ന പോലെയില്ല, അതിന് ഇരട്ടി ശിക്ഷ വേണം. കാരണം അതിൽ കളവ് മാത്രമല്ല, അതിൽ വിശ്വാസവഞ്ചനയുണ്ട്. വലിയൊരു വിശ്വാസ സമൂഹം അയ്യപ്പൻ്റെ ഒരു പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ പ്രതിപുരുഷനായിട്ടോ ഒക്കെ സങ്കല്പിക്കുന്ന ശബരിമലയിലെ താന്ത്രികമായിട്ടുള്ള ആരാധനാ പദ്ധതികളുടെ ഒരു സംരക്ഷകനായി കരുതുന്ന അവിടെ തന്ത്രിയുടെ ഒരു മേൽനോട്ടം ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ അനധികൃതമായിട്ടുള്ളതോ വലിയ കുറ്റങ്ങളോ ഒന്നും അവിടെ നടക്കില്ലെന്ന് വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ അദ്ദേഹം ഇനേബിളർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടുത്ത ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയമില്ല. ഈ കേസിൽ മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ ആളുകളടക്കം 10 പേർ അറസ്റ്റിലായപ്പോൾ ഉള്ള ഒരു പ്രതികരണമല്ല തന്ത്രി അറസ്റ്റിലായപ്പോൾ ഉണ്ടാവുന്നത്. തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അന്വേഷണ സംഘം മുമ്പിൽ വന്ന കാര്യങ്ങൾ ഇഴകീറി പരിശോധിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. ഇത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കേസന്വേഷണമാണ്. ഒരു ഘട്ടത്തിലും ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണ സംഘത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുമില്ല. ആ SIT ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒന്ന് പതുങ്ങുന്നത്, സ്വരമൊക്കെ ഒന്ന് മൃദുവാവുന്നത്? നോക്കൂ, തന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ അത് ശരിയല്ലെന്നോ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ അത് തെറ്റായിപ്പോയെന്നോ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനി ആരുടെയെങ്കിലും ശബ്ദത്തിൽ ഒരു മയങ്ങലോ അല്ലെങ്കിൽ ഒരു പതുങ്ങലോ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് തന്നെയായിരിക്കാം സർക്കാർ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ 2 വശങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇതിന് നിയമപരമായിട്ടുള്ളൊരു വശമുണ്ട്, ഇതിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു വശമുണ്ട്. അല്ല, നിയമപരമായിട്ടുള്ള വശം അവർ കൊടുത്തിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ക്രിമിനൽ ഒമിഷൻ ഉണ്ടായി. അദ്ദേഹത്തിന് അവിടെ നടന്ന കാര്യങ്ങളെ പറ്റി എല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും അത് എതിർക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് തടയാൻ സാധിക്കുമായിരുന്നു. അതിൽ അദ്ദേഹം വിയോജിപ്പ് പോലും രേഖപ്പെടുത്താതിരുന്നു. അങ്ങനെ ആ ഒരു വലിയ കുറ്റകൃത്യം അവിടെ നടക്കാനുള്ള മൗനാനുവാദം നൽകി എന്നുള്ളതാണ്. അത്തരത്തിൽ തന്ത്രിയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടു. അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ഇൻട്രഗേഷൻ നടത്തിയിട്ട് ഇതുമായി കൂടുതൽ തെളിവുകൾ സമാഹരിക്കാൻ അറസ്റ്റ് ആവശ്യമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ്. ന്യായമായിട്ടും അതൊരു ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്നതാണ്. നിയമപ്രകാരം അത്തരത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ചോദ്യം ചെയ്യലിൽ അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ ഇൻട്രഗേഷൻ ആവശ്യപ്പെടാവുന്നതാണ്. ആ കാര്യത്തിലൊന്നും ആരും തർക്കം ഉന്നയിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെങ്കിൽ, ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. സാധാരണ ഒരാൾ കുറ്റം ചെയ്യുന്ന പോലെ എല്ലാവരും ക്ഷേത്രത്തിലെ തന്ത്രി തന്നെ ആ കുറ്റത്തിൽ പങ്കാളിയാവുന്നത്. കാവൽക്കാരൻ കക്കുന്നത് സാധാരണ ആൾ കക്കുന്ന പോലെയില്ല, അതിന് ഇരട്ടി ശിക്ഷ വേണം. കാരണം അതിൽ കളവ് മാത്രമല്ല, അതിൽ വിശ്വാസവഞ്ചനയുണ്ട്. വലിയൊരു വിശ്വാസ സമൂഹം അയ്യപ്പൻ്റെ ഒരു പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ പ്രതിപുരുഷനായിട്ടോ ഒക്കെ സങ്കല്പിക്കുന്ന ശബരിമലയിലെ താന്ത്രികമായിട്ടുള്ള ആരാധനാ പദ്ധതികളുടെ ഒരു സംരക്ഷകനായി കരുതുന്ന അവിടെ തന്ത്രിയുടെ ഒരു മേൽനോട്ടം ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ അനധികൃതമായിട്ടുള്ളതോ വലിയ കുറ്റങ്ങളോ ഒന്നും അവിടെ നടക്കില്ലെന്ന് വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ അദ്ദേഹം ഇനേബിളർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടുത്ത ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയമില്ല. ഇന്ന് BJPയുടെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ NDAയുടെ പത്രസമ്മേളനമാണ്. എല്ലാ മുതിർന്ന നേതാക്കളും, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, അതേപോലെ തന്നെ BDJSന്റെ അധ്യക്ഷനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി, ഇവരെല്ലാവരും പങ്കെടുത്തിട്ടുള്ള പത്രസമ്മേളനത്തിലും തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കവും അവരാരും ഉന്നയിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അദ്ദേഹത്തിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തന്ത്രിയുടെ വസതി സന്ദർശിച്ചത് BJPയുടെ അവിടുത്തെ ആ പ്രദേശത്തെ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയാണ്. K സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരന്റെയും പ്രതികരണങ്ങൾ ആചാര ലംഘനമാണ് കുറ്റമെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണ്ടേ എന്ന് K സുരേന്ദ്രൻ ചോദിക്കുന്നു. തന്ത്രിയെക്കുറിച്ച് ഈ തരത്തിൽ ഇത് ശ്രദ്ധ മാറ്റാനാണോ എന്ന സംശയം കുമ്മനം രാജശേഖരൻ പ്രകടിപ്പിക്കുന്നു. പ്രകടമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തെറ്റായി എന്ന് പറഞ്ഞില്ലെങ്കിലും വരികൾക്കിടയിലൂടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചില നേതാക്കളെങ്കിലും. അല്ല, അവർ പറഞ്ഞത് അതല്ല. അങ്ങ് അവർ പറഞ്ഞത് മനസ്സിലാക്കിയത് തെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സന്ദീപ് വചസ്പതി തന്ത്രിയെ വീട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനമല്ല. അദ്ദേഹം പ്രദേശവാസിയാണ്, ചെങ്ങന്നൂരുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലാണ് തന്ത്രിയുടെ വീട് ഉൾപ്പെടുന്നത്. അവർ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും നല്ല അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായുകയും ചെയ്തു. അല്ലാതെ അവിടെ പോയിട്ട് തന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അദ്ദേഹത്തിന് വേണ്ടി നിയമപരമായിട്ടുള്ള പോരാട്ടം BJP ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള കാര്യമല്ല. അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ഈ പറയുന്ന പോലെ ഒരു സുജന മര്യാദ എന്നുള്ള രീതിയിൽ ആ പ്രദേശവാസിയായിട്ടുള്ള ആ കുടുംബമായിട്ടുള്ള ബന്ധമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ പോയതാണ്. അദ്ദേഹം മാത്രമല്ല പോയിട്ടുള്ളത്. അദ്ദേഹം പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള D വിജയകുമാർ, അയ്യപ്പ സേവാ സമിതിയുടെ ചുമതലയിലിരിക്കുന്ന D വിജയകുമാർ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതികരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നാട്ടിലെ പ്രശ്നങ്ങളിൽ നടത്തുന്ന സുജന
സ്ഥിരമര്യാദകളായിട്ടേ കാണേണ്ടതുള്ളൂ. എന്നാൽ BJP യോട് ഉന്നയിച്ചത് ഇതിലെ രണ്ടാമത്തെ വിഷയമാണ്. ഞാൻ ആദ്യം പറഞ്ഞ നിയമപരമായിട്ടുള്ള വിഷയത്തിന് പുറമെ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ട്. ആ വിഷയമാണ് BJP കെ സുരേന്ദ്രനാവട്ടെ കുമ്മന രാജശേഖരനാവട്ടെ എന്ന് ഉന്നയിച്ചത്. അതെന്താണ്? അതായത് നമ്മൾ ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ കാണുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഒക്ടോബറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സെപ്റ്റംബർ 10-ാം തീയതി ഇടപെടലിനെ തുടർന്ന് ഈ പറയുന്ന 2019 നടന്നിട്ടുള്ള ഒരു സ്കാമുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുന്നു. ഒക്ടോബർ 3-ാം തീയതി അതിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നു. ആ ടീം ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒന്നിന് പുറകെ ഒന്നായി അറസ്റ്റ് ചെയ്യുന്നു. ആദ്യം ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഏറ്റവും അവസാനം CPM-ന്റെ നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പത്മകുമാർ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുന്ന CPM-ന് പൊളിറ്റിക്കലി തന്നെ ഈ പ്രശ്നത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിയും മറുപടി പറയേണ്ടിയും വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ പത്മകുമാറിന്റെ അറസ്റ്റ് നവംബർ 18-ാം തീയതി നടക്കുന്നതിന് ശേഷം പെട്ടെന്ന് അന്വേഷണം സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയാണ്. പിന്നീട് അങ്ങോട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. പിന്നീട് അറസ്റ്റുകളൊന്നും ഉണ്ടാവുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അന്വേഷണം മരവിപ്പിക്കപ്പെട്ടു എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഡിസംബർ 3-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു, അന്വേഷണം മരവിച്ച നിലയിലാണ്, SIT അവരുടെ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന്റെ കാലാവധി ഞാൻ മുഴുവൻ പറയട്ടെ. നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആഴ്ച എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടൈം കൊടുത്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീട്ടി കൊടുക്കുന്നു, കൂടുതൽ സമയം കൊടുക്കുന്നു. എന്നാൽ ആ ഒരു എന്താ പറയുക, നമ്മളെ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമാവുമ്പോഴേക്കും ഈ അന്വേഷണം ഏതാണ്ട് അവസാനിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അന്വേഷണത്തിന്റെ കോഴ്സ് മാറുകയാണ്. അവിടെ അതുവരെ പറഞ്ഞിരുന്നത് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ അതിനുശേഷമുള്ള കാലാവധിയിൽ ദേവസ്വം ബോർഡിന്റെ ചുമതല വെച്ചിരുന്ന PS പ്രശാന്ത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഈ പറയുന്ന ശങ്കർദാസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ തള്ളുകയും ദയവന്റെ മുതൽ കട്ടിട്ടുള്ള ആൾക്ക് അങ്ങനെ ഒരു സംരക്ഷണത്തിന്റെ ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ഗുരുതരമായിട്ടുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥന്റെ പിതാവാണ്. അതേപോലെ തന്നെ CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതിന്റെ പൊളിറ്റിക്കൽ ആംഗിളിനെ പറ്റിയിട്ടുള്ള ചർച്ച അവിടെ അവസാനിക്കുകയും അവിടുന്ന് പെട്ടെന്ന് മുൻപ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ള തന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടാമത് അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷൻ മാറ്റാനുള്ള ശ്രമമാണോ, അന്വേഷണത്തിന്റെ കോഴ്സ് മാറിപ്പോവുകയാണോ, യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫോക്കസോ ഇതിന്റെ ശ്രദ്ധയോ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണോ നടക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ CPM ബാധ്യസ്ഥരാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനെ ഇത് SIT ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. PS പ്രശാന്ത് എന്താണോ ഈ പറയുന്ന പത്മകുമാർ വഹിച്ചിരുന്നത്, എന്താണോ വാസു വഹിച്ചിരുന്നത്, അതേ പദവിയിൽ ഉണ്ടായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെതിരെ ഡയറക്ട്ലി ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഈ പറയുന്ന 2019 കറപ്ഷനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ മാതൃകയിൽ രണ്ടാമതും ഈ ക്രമക്കേടിനെ പറ്റിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമതും അങ്ങനത്തെ ഒരു സ്വർണ്ണക്കടത്ത് നടത്താൻ ഗൂഢാലോചന നടത്തി അതിൽ നേരിട്ട് പങ്കെടുത്തു. കവറപ്പിന് വേണ്ടിയിട്ടാണ് 2015 വീണ്ടും ഇത് മരാമത്തിന് കൊടുത്തതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴും PS പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇവരൊന്നും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യത്തെ സബോട്ടാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി മറ്റൊരു ഹൈ പ്രൊഫൈൽ അറസ്റ്റ് നടത്തുകയും വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ ആ അറസ്റ്റിലേക്കും ആ അറസ്റ്റ് മൂലം ഉണ്ടാകുന്ന ഒരു വിശ്വാസ പ്രതിസന്ധിയിലേക്കും കൊണ്ടുപോയിട്ട് അങ്ങേ പറഞ്ഞതുപോലെ ആദ്യമുള്ളൊരു അങ്കലാപ്പും മരവിപ്പും സൃഷ്ടിക്കുകയാണോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ സംശയം അവിടെ ഉണ്ടാവുന്നുണ്ട്. അവിടെയും അത് പറയുമ്പോഴും വ്യക്തമാക്കുന്ന കാര്യം തന്ത്രി അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്നല്ല പറയുന്നത്. തന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കാളിത്തം ശിക്ഷിക്കപ്പെടുകയും വേണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് ഈ ചർച്ചകളെ മുഴുവൻ ഒതുക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ പോലെ, പ്രശാന്തിനെ പോലെ, ശങ്കർദാസിനെ പോലെ CPM-ന് വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയാണെന്നുള്ള സംശയം രാഷ്ട്രീയമായ ഗൂഢാലോചനയാണോ എന്ന സംശയം പല നേതാക്കളും BJP-യുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നുണ്ട്. ശരി, ഓക്കെ.